കുഞ്ഞിനെ കുളിപ്പിച്ചു കൊണ്ട് കിടത്തിയിരിക്കുകയായിരുന്നു. പിന്നെ പിന്നെ വന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല. എന്നൊക്കെ കൂടുതൽ എന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്ന് കരുതിയല്ലേ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയത്? അവിടെ കുഞ്ഞിനെ നോക്കാനാണെന്ന് പറഞ്ഞ് ഒരുത്തി വന്നില്ലേ? അവൾക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന പാലില് വിഷം ചേർക്കായിരുന്നു. എന്റെ അച്ഛനത് കൊടുത്തു വിട്ടതുവാ. എന്നിട്ട് അവരത് കുഞ്ഞിന് കൊടുത്തില്ല. വിഷം ഉള്ളിൽ ചെന്നിട്ട് മരിക്കാതിരിക്കാൻ എന്താ കുഞ്ഞ് ദൈവമാണോ? നേരത്തെ മഹാലക്ഷ്മി വിഷം കഴിച്ചിട്ടും ആ കുഞ്ഞിനൊന്നും പറ്റിയില്ല. അത് പിന്നെ അമ്മയുടെ ഉള്ളില് വിഷം ചെന്നിട്ട് കുഞ്ഞത് കുടിക്കണ്ടേ? ചിലപ്പോ അത് കുടിച്ചു കാണത്തില്ലായിരിക്കും. ഈ പറയുന്ന നമുക്ക് പിന്നെന്താ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്? ലക്ഷ്മിക്ക് കുടിക്കാനുള്ള വിഷം നീ കുടിച്ചപ്പോ തന്നെ നിന്റെ കുഞ്ഞു പോയല്ലോ. അതൊക്കെ ഓരോരോ കാലക്കേട്. എന്തായാലും ഇപ്പൊ നീലാംബരി എന്ന കൊച്ചിനെ കാണാനില്ല. അതിനെ ഇനി കണ്ടു കിട്ടാനും പോകുന്നില്ല. കിട്ടിയാ തന്നെ അത് ജീവനോടെ ആയിരിക്കില്ല. ഹെൽമെറ്റ് ഇട്ട് മുഖം മറച്ചുകൊണ്ട് ഒരുത്തൻ ഏറ്റ് കിടന്ന് അകത്തേക്ക് വന്നു. കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുള്ള അവസരം ഒരുക്കിയത് ആരാ? അകത്തേക്ക് വന്നവന് വാതിൽ തുറന്നു കൊടുത്തത് ആരാണെന്ന് അറിയത്തില്ല സാറേ. ആ സമയത്ത് വാതിൽ തുറന്നെടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. കുഞ്ഞിന് പാലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തോട്ട് പോയതേ ഉള്ളൂ. അതിനിടയിലായിരിക്കും സാറേ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടു കണ്ണേട്ടാ? കുഞ്ഞിനെ കൊണ്ടുപോയവൻ എങ്ങോട്ടായിരിക്കും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്? നിങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുഞ്ഞിനെ നോക്കാനാണെന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയാള് ചോദിച്ചത് തന്നെയാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതും ആരും തരാത്ത പൈസയാ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞത്. എന്നിട്ട് വാതിൽ തുറന്നിട്ടിരിക്കുന്നു കുഞ്ഞിനെ ഏതോ ഒരുത്തനെ എടുത്തോണ്ട് പോകാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും പ്രസവിച്ച അമ്മയുടെ നൊമ്പരം കാണില്ലടി ലോകത്ത് മറ്റൊരു സ്ത്രീക്കും. അതുകൊണ്ടാ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ നോട്ടം തെറ്റിപ്പോയത്. ജാനമ്മ ഇവിടെ വന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലായിരുന്നു. ജാനമ്മ കുഞ്ഞിനെ എടുക്കുന്നത് ഇഷ്ടമല്ല, കുളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോ നീ എന്താ എന്റെ കുഞ്ഞിനെ നോക്കാത്തത്? ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യില്ലല്ലോ. കണ്ടിട്ടാ പിന്നെ നമ്മുടെ കുഞ്ഞെവിടെ? അതിനാരും എടുത്തോണ്ട് പോയത് CCTV-യിൽ പതിഞ്ഞല്ലോ. ഇനി നമ്മുടെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു
കുഴിച്ചിട്ടോ? എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. ആരാണോ കൊണ്ടുപോയത്? നോക്കി നിൽക്കാതെ എന്റെ കുഞ്ഞിനെ കൊണ്ട് താ കണ്ണേട്ടാ. എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് താ. ശരി മഹി, ഞാനിവിടെ പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഞാൻ ഈ പാവമൊക്കെ ഇവിടെ കൊണ്ടുപോയി കഴിയണേ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞു. മുഖം മറിച്ചൊരുത്തനാ കൊണ്ടുപോയത്. അവനിനി ആർക്കെങ്കിലും കൊണ്ടുപോയി വിറ്റാണോ? അതോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാണോ? അതോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് അയ്യോ 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 ഇല്ല, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. എന്റെ മോള് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മോളാണെന്നാണല്ലോ ആ സിദ്ധയമ്മ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഇല്ല, എങ്കിലും എന്റെ മോളിപ്പോ എവിടെയായിരിക്കും? അയ്യോ അയ്യോ, എന്റെ മോളെ, എന്റെ നീല മോളെ, എന്റെ നീല മോളെ, മോളെ അയ്യോ നീല മോളെ. ഈശ്വര, തെറ്റ് ചെയ്തു പോയി. ഈശ്വര, കൊടുംചതിയായിപ്പോയി. എങ്ങനെ കുഞ്ഞിനെ കിട്ടണേ ഭഗവാനെ. അവിടുന്ന് ഫോൺ വിളിച്ച് അവളോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നാണ് നമ്മൾ പൊട്ടിച്ചിരിക്കാൻ പോകുന്നത്. എന്താ രണ്ടാൾക്കും ഇത്രയും സന്തോഷം? സന്തോഷോ? എന്റെ പൊന്നെ, സത്യം പറഞ്ഞ മനസ്സറിഞ്ഞ് ഞാനൊന്ന് സന്തോഷിച്ചിട്ട് 4-5 മാസമായി. അതെന്താടി മോഹിനി അങ്ങനെ ചോദിച്ചേ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ മുതലേ രണ്ടാളുടെയും മുഖത്ത് ഒരു ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ട്. എടേ, നാളെ എന്റെ വിധി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കരഞ്ഞാൽ എന്റെ വിധി മാറിപ്പോവോ? എന്റെ പൊന്നു മോഹിനി, ഇവൻ ജയിലിൽ പോകുന്നതിന്റെ സങ്കടത്തിലാ ഞാനിരിക്കുന്നത്. അപ്പോഴാ അവള് ഞങ്ങളുടെ മുഖത്ത് ചിരി കണ്ടെന്ന് പറയുന്നു. എടി, സങ്കടം കണ്ടാലും നിനക്കിപ്പോ സന്തോഷമാണെന്ന് തോന്നുവോ? എന്റെ മോളെ ഞാൻ വിളിച്ചിരുന്നു കുഞ്ഞിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട്. അപ്പോ ലേഖമോളെ ഫോൺ എടുത്തത്. എന്നിട്ട് മടിച്ച് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത്? എന്റെ നീലാംബരി മോളെ കാണാനില്ലെന്ന്. അയ്യോ പ്രതാപ, ഈശ്വര, ഞാൻ എന്തായി കേക്കണത്? എടി, ആ കൊച്ചു അവിടെ എവിടെയെങ്കിലും കാണും. എടി, ഒന്ന് നന്നായി നോക്കാൻ പറയടി നിന്റെ മോളോടും കൂട്ടുകാരിയോടും ഒക്കെ. കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ. ഇഴഞ്ഞു പോലും നടക്കാത്ത കുഞ്ഞ് എങ്ങോട്ട് പോകാനാ? അവിടെ എഴയാതെ നടക്കുന്ന ചിലരൊക്കെ കാണുമല്ലോ. അവരാരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും. അത് തന്നെ എന്റെയും ചോദ്യം. കുഞ്ഞിനെ എടുത്തിട്ട് പോകാൻ നിങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നോ? അയ്യോ അമ്മേ, ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാ പറയേണ്ടത്? ഒന്നും പറയാത്തതാണ് പ്രതാപ നല്ലത്. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ദേ, ഒരു കാര്യം രണ്ടാളും മനസ്സിലാക്കിക്കോ. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ
നിങ്ങളെയൊന്നും വെറുതെ വിടില്ല. എടി മോനി, അതിന് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളെ ശിക്ഷിച്ചാ പോരെ? കരുണയ്ക്ക് കണ്ണനോടും ലക്ഷ്മിയോടും സ്നേഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അവൾക്കൊരിക്കലും അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. പിന്നെ അമ്മയും മോനും അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വ. കണ്ണനും ലക്ഷ്മിക്ക് എന്തോ ദുരന്തം വരുന്നത് കണ്ടിട്ട് അതിനു മുൻപ് തന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളുടെ കുഞ്ഞിനെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച് നിന്റെ നട്ടല് ഞാൻ ഒടിക്കും. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാ? ആ, അത് വേണോടാ പ്രതാപ. എടി, കുഞ്ഞിനെ കാണാനില്ലെങ്കിൽ നിന്റെ മോളോട് അവിടെ കൂട്ടുകാരിയോടും പോയി പറ, അവിടെ എല്ലാം തിരയാൻ. അല്ലാതെ നിരപരാധികളെ സംശയിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ കെട്ടിയോളെ കൂട്ടുകാരന്റെ വീട്ടിലാണോടാ ഒരുത്തൻ നിർത്തിയിട്ട് പോകുന്നത്? പ്രസവത്തിന് മുമ്പ് തന്നെ അവിടെ നിർത്തി, ഇത് തെറ്റ്. എന്നാ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമെങ്കിലും നിന്റെ മരുമോനും ഭാര്യയും കുഞ്ഞിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി കൂടായിരുന്നോ? നൂലുകെട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാന്നാ പറഞ്ഞത്, എന്നിട്ടും കൊണ്ടുപോയില്ല. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? അതുപോലെയുള്ള ഇനങ്ങളല്ലേ കണ്ണന്റെ കുടുംബത്തിലുള്ളത്. സ്വന്തം ചേട്ടനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു അനിയനാ ഉണ്ണി. അതിനൊപ്പം നിൽക്കുന്ന ഒരുത്തിയാ എന്റെ ഇളയ മകള്. മോഹിനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഇനി ഒന്നും പറയരുത്. അവള് മാറിയെന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെ അല്ലടി, അത് പച്ച പരമാർത്ഥമാ. ഇവളെ ഇനി പറഞ്ഞ മനസ്സിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. ഇനിയിപ്പോ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ഗതികേടാ. ആരും ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം കഴിയുമ്പോ നിങ്ങളൊക്കെയാണ് പ്രതികളെങ്കിൽ പ്രതാപേട്ടാ, നിങ്ങൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. പിന്നെ അമ്മയുടെ മുന്നിലിട്ട് തന്നെ നിങ്ങൾക്ക് തരാനുള്ള ശിക്ഷ തരാൻ പുറത്ത് ആൾക്കാരുണ്ട്. അതോർത്തോ രണ്ടാളും. അമ്മ എന്തിനാ അമ്മയെ പേടിക്കുന്നേ? ആ മാർക്കോയുടെ കാര്യം അവള് പറഞ്ഞിട്ട് പോയേ. എന്താ അവൻ വരട്ടെ, വന്നിട്ട് എന്നെ അങ്ങ് തല്ലിക്കൊല്ലട്ടെ. അവൻ വന്നാ നമ്മളൊന്ന് പേടിക്കണ്ട പ്രതാപ. എന്ത്, അവൻ എനിക്കൊരു കർക്കിടക ചികിത്സ തന്നതാ. ഇനിയിപ്പോ ചിലപ്പോ കൊണ്ടുപോയി അതിന്റെ ഇരട്ടിയായിട്ട് ഒരു ചിങ്ങ ചികിത്സ തരുമായിരിക്കും, അല്ലെങ്കിൽ എന്നെ അങ്ങ് തല്ലിക്കൊല്ലുമായിരിക്കും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ മോക്ക് കൊടുത്ത വാക്ക് അത് ഞാൻ പാലിച്ചു. അതിലെനിക്ക് നല്ല തൃപ്തിയുണ്ട്. പറടാ, നീയൊക്കെ ഇനി എത്ര മുഖമറച്ച് വന്നാലും ഈ നാട്ടിലെ ഓരോ ഗുണ്ടയുടെയും ബോഡി ഷേപ്പ് കണ്ടിട്ട് അവരാരാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പറ്റും. ഇനി നിനക്ക് രക്ഷയില്ല. നീ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് നല്ല പണം പറ്റിയിട്ടല്ലേ? ആ പണം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ലടാ. നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ.
ഇപ്പൊ അവനെ കൊല്ലണ്ട. നിക്ക്. എടാ, ആരാ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്കറിയണം കുഞ്ഞിനെ നീ എവിടെ കൊണ്ടുപോയി കളഞ്ഞെന്ന്. പറയണം. ഞാൻ പറയാം. കുഞ്ഞിനെ നമ്മുടെ പൊട്ടക്കുഴി ജംഗ്ഷനിലുള്ള വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്ന സ്ഥലത്താ അവിടെ എന്നെ കൊണ്ടിട്ടത്. കൊന്നുകൊണ്ട് പോയിട്ടതാണോടാ? അയ്യോ അല്ല, ആയിരിക്കില്ല. അവിടെ നായ്ക്കള് കൂട്ടം കൂടി കിടക്കുന്ന സ്ഥലമാണ് സാറേ. നായ്ക്കള് കടിച്ചു കയറി കൊല്ലട്ടെന്ന് കരുതിയല്ലടാ കുഞ്ഞിനെ നീ അവിടെ കൊണ്ടിട്ടത്, അല്ലടാ? മതി, മാർക്ക് മാറ്. ഇനി ഇവനെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ആ സ്ഥലത്തെത്തണം. ഇത് നിന്നെ കൊണ്ട് ആരാ ചെയ്യിച്ചെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം. മാർക്കോ, നായ്ക്കൾ കൂട്ടം കൂടി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടോ? ഇറച്ചിയുടെ മണം പറ്റിയ നായ്ക്കളാ സാറേ. പച്ചമാംസം കഴിച്ച് ശീലിച്ച നായ്ക്കളാ. അതാ എന്റെ പേടി. മാർക്കോ, എനിക്ക് എന്റെ ശരീരം തളരുന്ന പോലെ തോന്നുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ദൈവത്തിന്റെ കടാക്ഷം ഒരുപാടുള്ള കുഞ്ഞാ നീലമോള്. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. മോൾക്ക് വേണ്ടി നമ്മൾ മാത്രമല്ല മറ്റു പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. മോളെ സദാസമയവും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് മോളെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരുപാട് കാത്തിരുന്നിട്ട് ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും ഒരാശ്വാസമായിട്ടാ മോള് പിറന്നത്. അതുകൊണ്ട് നീലമോളെ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ കരച്ചിൽ അടക്കേണ്ടിയും വരും. മാർക്കോ, ഇപ്പോ കണ്ണനോടും മഹിയോടും ഞാൻ എന്ത് സമാധാനം പറയും? മാർക്കോ, സാറിങ്ങനെ വിഷമിക്കാതെ സാറേ. നമ്മൾ ഭയക്കുന്ന പോലെ നായ്ക്കൾ കുഞ്ഞിന് ചുറ്റും കൂടിയാലും നായ്ക്കൾക്ക് ആ മോളെ കടിച്ചു കയറാൻ പറ്റില്ല. നായ്ക്കൾ കുറച്ച് ആളെ കൂട്ടുമെന്നല്ലാതെ മോളെ ഒന്നും ചെയ്യില്ല. എനിക്ക് മാർക്കോയുടെ ആത്മവിശ്വാസം ഈ കാര്യത്തിലില്ല. മാർക്കോ, സാറ് ധൈര്യമായിട്ടിരിക്കെ. വാ, വന്ന് വണ്ടി എടുക്ക. ഉടുമ്പിന്റെ ആടിന്റെ ചുടുചോരയാ ഞാൻ കുടിക്കണത്. എന്നിട്ട് എന്റെ എല്ലെല്ലാം ഞുറുങ്ങളല്ല. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ സാറേ. നമ്മൾ വലിയ അബദ്ധമാണ് കാണിച്ചത്. അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. മാർക്കോ, നമുക്കൊന്നുകൂടി നോക്കാം. വാ.
ഒരു രക്ഷയില്ല മാർക്കോ. സാറേ, നായ്ക്കൾ ഇറങ്ങുന്ന സ്ഥലവും സാറേ ഇത്. കടിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. മാർക്കോ, അങ്ങനെയൊന്നും പറയാതെ മാർക്കോ. ഞാൻ നടക്കാൻ സാധ്യതയുള്ള കാര്യം സാറേ പറഞ്ഞത്. സാറ് പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോന്നറിയില്ല. ഇതേ സ്ഥലത്ത് അതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ പ്രസവിച്ച അമ്മമാര് തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളതാ. അപ്പൊ കുഞ്ഞിനെ ആ ഗുണ്ട എടുത്തോണ്ട് പോയെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ കുഞ്ഞിനെ ഇവിടെ തന്നെയാണോ കൊണ്ടുവച്ചതെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ മാർക്കോ. സാറേ, അവനത് നിന്റെ തല്ലിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണോന്നാ എന്റെ സംശയം. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് മാത്രമല്ലേ സാറേ നമ്മളപ്പ ചിന്തിച്ചത്. അതുകൊണ്ടാ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ട് ഓടി വന്നത്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ജീവനോട് കിട്ടിയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് തല വെട്ടി പൊളക്കുക. കണ്ണന്റെ മഹിയുടെ മുഖം ഓർത്തിട്ട് എനിക്ക് പേടിയാവുക. സാറിങ്ങനെ ധൈര്യം കൈവിടല്ലേ, വിഷമിക്കാതെ. വിഷമിക്കല്ല മാർക്കോ, മരിച്ച അവസ്ഥയിലാണ് ഞാൻ നടക്കുന്നത്. ഇനി എവിടെ പോയി അന്വേഷിക്കും? എവിടെ തിരയും ഞാൻ?